എന്താണ് പിഷാരടിയുടെ ഒരു ദൈവസങ്കല്പം? എനിക്കറിയില്ല. എനിക്കിത് അന്വേഷിച്ച് നടക്കാനുള്ള നമുക്കൊരു ചെറിയ ജീവിതമല്ലേ ഉള്ളൂ. ഇവിടെ ഇത് എന്ന് തുടങ്ങിയ അന്വേഷണമാണ്. ഇതിനുവേണ്ടി ഇനി ഒരുപാട് സമയം കളയുക, ഇതിനു വേണ്ടി വഴക്കുണ്ടാക്കുക, ഇതിനു വേണ്ടി വാദിക്കുക എന്നൊക്കെ പറയുന്നത് ഇല്ല. ഞാനൊരു അഗ്നോസ്റ്റ് ആണ്, ഒരു സന്ദേഹവാദിയാണ്. ഇനി ദൈവം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിലും ഈ നാസ്തികർ ചെയ്യുന്ന ഒരു സേവനം വളരെ വലുതാണ്. കാരണം അവരൊരു ശതമാനത്തിൽ താഴെ ലോകത്തുള്ളൂ. അവർ നടത്തുന്ന ഒരു സാമൂഹിക പരിഷ്കരണം ഒരു പുരോഹിതനും നടത്തുന്നില്ല. സത്യത്തിൽ അവരൊരു ശതമാനമുള്ളൂ, അവരത് വെച്ചിട്ട് നടക്കുന്നത്. അപ്പം ഞാനിവിടെ കേട്ടതാണ്, അതായത് ഇത് മദ്യം ഉപയോഗിക്കുന്ന പോലെയാണ്, ഇത് നേർപ്പിച്ച് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം. അല്ലെങ്കിലും മതം അത്രയല്ലേ ഉള്ളൂ. തിയേറ്ററിലുണ്ടോ, ചായക്കടയിലുണ്ടോ, എവിടെയില്ലല്ലോ. നിങ്ങളുടെ ചടങ്ങ് നടന്നപ്പം, കല്യാണം നടന്നപ്പം, കല്യാണം ആലോചിച്ചപ്പം ആരാധിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ മതത്തിന് പ്രസക്തിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇതുള്ളൂ. അല്ലാത്തടത്തൊന്നും ഇതിന് സമൂഹത്തിലോട്ട് പരമാവധി കൊണ്ടുവരാതിരിക്കുക. അത് വ്യക്തിപരമാണ്, വളരെ വ്യക്തിപരമായി. നിങ്ങൾ മുറിയുന്ന പ്രാർത്ഥിക്കുക, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിച്ചോളുക. ഇനി നിങ്ങൾക്ക് അതിന്റെ വസ്ത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വസ്ത്രം കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവന്റെ മുതുകത്ത് കയറാതിരിക്കുന്നതിന് ഒരു വലിയ നഷ്ടമുണ്ട്. എന്തിനാണിത് വല്ലവനെയും കൊണ്ട് ഇത് അടിച്ചേൽപ്പിക്കുന്നത്? ഇഷ്ടമുള്ളത് വിശ്വസിക്കട്ടെ. നമ്മുടെ ഭരണഘടന ഒരു എത്തിസ്റ്റ് ഭരണഘടനയാണ്, അറിയാലോ. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കാണാൻ പറ്റുന്നത്. അല്ലെ, എല്ലാ മതങ്ങളും തുല്യമാണ് എന്ന് ഭരണഘടനയ്ക്ക് പറയാൻ പറ്റുന്നത് ഭരണഘടന ഒരു നിരീശ്വരവാദി ആയതുകൊണ്ടാണ്. ഒരു നിരീശ്വരവാദിക്കും അത്രേ എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലെ അങ്ങനെ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ തുല്യമാണ് എന്ന് പറഞ്ഞു, എന്നാൽ ശരി, ഇനി ഏതെങ്കിലും ഒരു മതക്കാരനോട് തുല്യമല്ലേ, വേറൊരു മതത്തിന്റെ ആചാരത്തിൽ കൊച്ചിന്റെ 28 നടത്തിയിരുന്ന് പറഞ്ഞാൽ ചെയ്യുമോ? എല്ലാ മതവും തുല്യല്ലേ, വേറൊരു മതത്തിന്റെ ആചാരത്തിൽ കല്യാണം നടത്തിയിരുന്ന് പറഞ്ഞാൽ ചെയ്യുമോ? ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ തുല്യത എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം തുല്യതയാണ്, ഉപാധികളോട് കൂടിയുള്ള തുല്യതയാണ്. ഭരണഘടന എത്തിയിസ്റ്റാണ്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഒരു അമ്പലത്തിൽ പോവോ, പള്ളിയിൽ പോവോ, വിശ്വസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുക. നിങ്ങൾക്കൊരു ആത്മബലം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. ഇത് മറ്റൊരാളെ ഉപദ്രവിക്കുന്നിടത്ത് മാത്രമേ ഇതും കൊണ്ട് പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ എന്തായാലും എന്താണ്.